ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകളൊക്കെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോഴും ഏറ്റവും ഗുരുതരമായ ചോദ്യം അല്ലെങ്കിൽ ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് ഇതിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടും അതിലൊരു നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ, അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ അതിൽ മുന്നോട്ട് പോക്കുണ്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ അജിംസ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇതിലിനി പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല എന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല രേഷ്മ. കാരണം ലളിതാകുമാരി വേഴ്സസ് ഉത്തർപ്രദേശ് എന്നൊരു കേസുണ്ട് സുപ്രീം കോടതിയിൽ. അത് ഇന്ത്യയിലെ നീതി നിർവഹണ സംവിധാനത്തിൽ വളരെ ലാൻഡ് മാർക്കായിട്ടുള്ളൊരു വിധിയാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ലളിതാകുമാരി എന്ന് പറഞ്ഞൊരു മൈനറായ പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി ആ പെൺകുട്ടി അച്ഛൻ കൊടുത്തൊരു കേസാണത്. അതായത് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതി തയ്യാറാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു. ഇങ്ങനൊരു സംഭവം നടന്നു എന്ന വിവരം. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചിട്ട് ഒന്നും ചെയ്തില്ല. അവർ FIR പോലും ഇട്ടില്ല പോലീസ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് നടന്നൊരു നിയമ പോരാട്ടമാണത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. അതായത് ഒരു കോഗ്നിസിബിൾ ഒഫൻസ്, ഒരു ഒഫൻസ് നടന്നു, ഒരു ക്രൈം നടന്നു എന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയാൽ ഇപ്പോൾ ആരെങ്കിലും പറയുന്നതാവും, സാറേ അവിടെ ഒരാളെ കൊന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു പെൺകുട്ടി ഒരാൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു എന്നൊരാൾ വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അതിൽ അങ്ങനെ നടന്നിട്ടില്ല, നീ നുണ പറയാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതിനൊരു SOP ഉണ്ടാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. ആദ്യം അത് ഉറപ്പായിട്ടും ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഇടണം. അങ്ങനെ നടന്നോ ഇല്ലേ എന്ന് അന്വേഷിച്ചിട്ടല്ല FIR ഇടേണ്ടത്. മനസ്സിലാവുണ്ടോ? ഒരു പ്രിലിമിനറി എൻക്വയറി നടന്നിട്ടല്ല FIR ഇടേണ്ടത്. ഒരാളെ കൊന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി എന്നൊരാൾ വിവരം വന്ന് പറയുകയാണ്. ഇനി അങ്ങനെ നടന്നോ ഇല്ലേ എന്ന് അന്വേഷിച്ചിട്ട് FIR ഇടാം എന്ന് നോക്കിയിരിക്കരുത്. ആദ്യം FIR ഇടുക, എന്നിട്ട് അന്വേഷിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു വിവരം ലഭിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ. ആ വിവരത്തിൽ ക്രൈം നടന്നോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ക്രൈം നടക്കാൻ സാധ്യതയുള്ള ചില ഒരു വിവരം നടക്കുകയാണ്. ഒരു ഒറ്റയ്ക്ക് ഒരു സ്ത്രീ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു 10 ആണുങ്ങൾ കയറി പോകുന്നു ഞാൻ കണ്ടു എന്നൊരാൾ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുകയാണ്. അവിടെ ക്രൈം നടന്നോ ഇല്ലെന്ന് അറിയില്ല. അവിടെ പോലീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ പ്രിലിമിനറി എൻക്വയറി നടത്തി അവിടെ ആ ക്രൈം നടന്നു എന്ന് കണ്ടെത്തുക. ക്രൈം നടന്നെങ്കിൽ FIR ഇടുക. അപ്പോൾ ഇതാണ് FIR ഇടുക എന്ന് പറഞ്ഞാൽ കേസെടുക്കുക എന്ന അർത്ഥം. പിന്നെ അന്വേഷിക്കുക, കുറ്റവാളികളെ കണ്ടെത്തുക. ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്? ഇത് കമ്മീഷനല്ല, കമ്മിറ്റിയാണ്. മുൻ ജഡ്ജിയാണെങ്കിലും ഇതൊരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി കുറേ വിവരങ്ങൾ ശേഖരിക്കുന്നു. സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ. അവർ ക്രൈം അന്വേഷിക്കാൻ പോയതല്ല. അവർ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പരിഹാരം നിർദ്ദേശിക്കാനാണ് കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർക്ക് കുറേ വിവരം ലഭിക്കുന്നു. എന്തൊക്കെ വിവരം ലഭിക്കുന്നത്? സ്ത്രീകളെ അശ്ലീലം പറയുന്നവർ, അവരുടെ ഇൻബോക്സിൽ ലൈംഗികാവേദന ചിത്രങ്ങൾ അയക്കുന്നവർ, സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി വഴങ്ങേണ്ടി വരുന്നവർ, കാസ്റ്റിംഗ് കോച്ച്, അതുപോലെ മൈനറായ പെൺകുട്ടികൾ. 17 വയസ്സുള്ള പെൺകുട്ടി മൊഴി കൊടുത്തിട്ടുണ്ട് ഹേമ കമ്മീഷന്. മൈനറായ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് വിഷയത്തിൽ ഇതിലെല്ലാം ഒഫൻസാണ്. അതിഗുരുതരമായ ഒഫൻസുകൾ നടന്നു എന്ന വിവരം ഇരകൾ തന്നെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ വിവരം ഹേമ കമ്മിറ്റിയെ അറിയിക്കുകയും ഹേമ കമ്മിറ്റിയെ സർക്കാരിന് മുമ്പേയും കൊടുക്കുകയും ചെയ്യണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും പഴയ സിനിമാ മന്ത്രി AK ബാലനും ഞങ്ങൾ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇത് ഞങ്ങൾ തുറന്ന് വായിച്ചു എന്ന് പറഞ്ഞാൽ ഈ 4.5 കൊല്ലമായിട്ട് കേസെടുക്കാത്തതിന് അവർ കോടതിയിൽ സമാനം പറയേണ്ടത്. ഞങ്ങളിത് കണ്ടിട്ടില്ല, ഞങ്ങളിത് വായിച്ചിട്ടില്ല എന്ന് ഇവർ ആവർത്തി പച്ചക്കള്ളമാണത്. കാരണം ഇത് ആരുടെ കസ്റ്റഡിയിൽ? സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സാധനമാണത്. ഞങ്ങളിത് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അവർ വായിച്ചിട്ടൊരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർ കുറ്റവാളികളാവും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് സജി ചെറിയാൻ പറഞ്ഞ് ഞാൻ TV കണ്ടു വായിക്കാം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ലളിതാകുമാരി കേസിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ് കേസെടുക്കാൻ ഇപ്പോൾ സർക്കാരിന് ഇതിന് ന്യായീകരിക്കാൻ വേണ്ടി ചില പേനയുന്തു തൊഴിലാളികളൊക്കെ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എവിടെയും കേസെടുക്കാൻ പറഞ്ഞിട്ടില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എവിടെയെങ്കിലും ഒഫൻസ് നടന്ന ഇരകളുടെ പേരോ ഒന്നും ചൂണ്ടിക്കാട്ടിയിട്ടില്ല, ഇതിൽ അന്വേഷണം നടത്താൻ ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ആളുണ്ട്. അതൊന്നും ആവശ്യമില്ല. ഒരു കുറ്റം നടന്നു എന്നൊരു ഇൻഫർമേഷൻ, ആര് ചെയ്തു, ആരോട് ചെയ്തു എന്ന വിവരം പോലും വേണ്ട. ഒരു കുറ്റം നടന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ FIR ഇട്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് പോലീസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ടിന് മേൽ, ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന റിപ്പോർട്ടിന് മേൽ സർക്കാർ 4.5 കൊല്ലം അടയിരുന്നുണ്ടെങ്കിൽ ആ സർക്കാർ അതിൽ കുറ്റവാളിയാണ്. അപ്പോൾ നാളെ ആരെങ്കിലും കോടതി പോവുകയാണെന്നിരിക്കട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്തരം ഒഫൻസസ് ഉണ്ട്, ഈ ഒഫൻസസിന് മേൽ 4.5 കൊല്ലമായിട്ട് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെന്നിരിക്കട്ടെ, കോടതിയിൽ പോകാൻ സർക്കാർ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ അവിടെയും ഇന്നലെ മുഖ്യമന്ത്രിയും സജി ചെറിയാനും അതുപോലെ മുൻ മന്ത്രി AK ബാലനൊക്കെ എന്താണ് ന്യായീകരിക്കുന്നത്?
പരാതിയുമായി വരട്ടെ. അതെ, ഈ ആർക്കെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പരാതിയുമായി വരട്ടെ, തെളിവ് തരട്ടെ. ഏത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി തെളിവ് കണ്ടെത്തേണ്ടതിൻ്റെ ബാധ്യത കൂടി ഇരകളുടെ മേലേക്ക് ഇടുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഇത്രയും നാളായിട്ട് ഇവർ പരാതി കൊടുക്കാതെ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ തുറന്നു പറയാൻ കാരണം എന്താണ്? പരാതി കൊടുത്താൽ അവർക്ക് ലൈഫ് ത്രെറ്റനിങ് ഉണ്ടാവും. പരാതി കൊടുത്താൽ അവർക്ക് ആ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ ഒരു കമ്മിറ്റിയോട് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ ഇൻസെൻസിറ്റീവായിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സർക്കാരും മന്ത്രിമാരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് വീണ്ടും കോടതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോകാനുള്ള സാധ്യത. അങ്ങനെ കോടതിയിൽ പോകേണ്ടി വന്നാൽ സർക്കാരായിരിക്കും പ്രതികൂട്ടിലാവും. ഇപ്പോൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ഇന്നലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട് ഇതിൽ എന്ത് നടപടിയെടുക്കും. പക്ഷേ അദ്ദേഹം ആ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നില്ല. ശുപാർശകൾ നടപ്പിലാക്കും, കോൺക്ലേവ് സംഘടിപ്പിക്കും. ഈ സാംസ്കാരിക മന്ത്രി അത് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ പോലും നാസർ ഖാൻ നമുക്ക് പറയാൻ പറ്റുമോ ഈ വേട്ടക്കാർക്കൊപ്പമാണ് ഈ സ്ത്രീകൾ പോകേണ്ടതെന്ന് പറയേണ്ടി വരില്ലേ? എന്തുറപ്പുണ്ട്? അപ്പോൾ ഇനി സർക്കാരിന് ഇതിൽ മുന്നോട്ടൊന്നും പോകാൻ കഴിയുന്നില്ല, കേസെടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ നിയമപരമായി മറ്റു കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്ര അപഹാസ്യമാണ്. എന്തിനായിരുന്നു ഇങ്ങനെ ഒരു റിപ്പോർട്ട്, എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റി എന്ന് പോലും ചോദ്യമായിരുന്നു. നിയമപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ നിങ്ങൾ എന്ന് ചോദിക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഈ സംസ്ഥാനത്തൊന്നുമല്ലേ, എടാ ഗോപാലകൃഷ്ണ താൻ ഈ രാജ്യത്തൊന്നുമല്ലേ എന്ന് മുഖ്യമന്ത്രി മുമ്പ് ചോദിച്ചിരുന്നല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. എന്നിട്ട് മാതൃഭൂമിയുടെ എഡിറ്റർ ഗോപാലകൃഷ്ണനോട് ചേച്ചിയുടെ ഗോപാലകൃഷ്ണ താനിവിടെ ഒന്നുമില്ല ആയിരുന്നില്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്ന്. ഈ ചോദ്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ ഇവിടെ ഒന്നുമല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? ഇത് പിന്നെ നടപടി എടുക്കണമെന്ന് ഈ ഗവൺമെൻറ്, കേരളത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണല്ലോ. പിന്നെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് LDF ഗവൺമെൻറ് ഭരിക്കുന്നൊരു സമയത്ത് പുറത്ത് വിടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു റിപ്പോർട്ടാണെങ്കിൽ കിട്ടിയ അന്ന് പുറത്ത് വിടുമായിരുന്നു. അജിംസിന് ഓർമ്മ ഉണ്ടാവും, 1995-96 കാലത്ത് നയനാർ ഗവൺമെൻറ് ഉണ്ടായിരുന്ന ഒരു കാലത്ത് പിന്നെ ബ്രഹ്മപുരം പദ്ധതിയെക്കുറിച്ച് നടത്തിയ അന്വേഷണ കമ്മീഷൻ, പിന്നെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തു വിട്ടത് ഉച്ചയ്ക്ക് 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുകൊടുത്ത റിപ്പോർട്ട് വൈകുന്നേരം 5 മണിക്ക് PRD പത്രക്കുറിപ്പായിട്ടാണ് പുറത്തു വിട്ടത്. 100 ചില്ലാനും പേജ്. കാരണം എന്താണ്? അതിൽ പിന്നെ അന്നത്തെ CV പത്മരാജൻ്റെ പേരുണ്ടായിരുന്നു. അതിന് മുമ്പത്തെ UDF ഗവൺമെൻറ്റിലെ മന്ത്രിയായ CV പത്മരാജൻ്റെ പേരുണ്ടായിരുന്നു. പുറത്തു വിട്ടു. ഇപ്പോൾ PRD പത്രക്കുറിപ്പ് അനുസരിച്ച് പുറത്തു വിട്ടു. സോളാർ കേസ് ഓർമ്മ ഉണ്ടല്ലോ. സോളാർ കേസിൽ കമ്മീഷനും റിപ്പോർട്ടും ഒക്കെ പോട്ടെ, സോളാർ കേസിൽ കമ്മീഷനും റിപ്പോർട്ടും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പോരാ എന്ന് തോന്നിയപ്പം പ്രതിയായ ആളെ ജയിലിൽ പോയി കണ്ട് ഒരു കത്ത് എഴുതി വാങ്ങിച്ചിട്ട് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുക മാത്രമല്ല ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തു. കേസെടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഇത് കിട്ടിയതിൻ്റെ അന്ന് മുതൽ എത്രയോ ആളുകൾക്കെതിരെ കേസെടുക്കുമായിരുന്നു. പുറത്ത് വിടണമെന്നുണ്ടെങ്കിൽ 4 കൊല്ലം എടുപ്പിച്ച് വെക്കില്ലായിരുന്നു. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരും ചെയ്യണ്ടെങ്കിൽ ചെയ്യാതിരിക്കാൻ അറിയുന്ന ആൾക്കാരുമാണ് ഇരിക്കുന്നത്. നമുക്കറിയാലോ, ആനയെ കൊന്നത് ആരാണെങ്കിലും ആനക്കൊമ്പ് ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചാൽ കേസെടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരാളുടെ വീട്ടിൽ ആനക്കൊമ്പുണ്ട് എന്നുള്ള കാര്യം എത്ര കാലമായി എല്ലാവർക്കും അറിയാവുന്നത്. എന്നിട്ട് മനംവകുപ്പ് ഇതുവരെ കേസെടുക്കില്ല. അത്തരം ആളുകൾ നിരന്ന് നിൽക്കുന്ന 15 അതിലപ്പുറമാവട്ടെ നിരന്ന് നിൽക്കുന്ന ഒരു സംഭവത്തിൽ കേസെടുക്കുകയും പുറത്തു വിടുകയൊന്നും ചെയ്യില്ല. അത് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടതാണെങ്കിൽ ഇതിലൊന്നും പിന്നെ നിയമോപദേശം തേടേണ്ടതോ സാങ്കേതിക പ്രശ്നങ്ങൾ നോക്കേണ്ടതോ ഉള്ള പ്രശ്നങ്ങളല്ല. ഇത് നമ്മൾ പറയുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു സാധനം മാത്രമാണ്. നമ്മുടെ ശത്രുക്കളാണ് അപ്പുറത്തുള്ളത്. നമുക്ക് കേസെടുക്കണമെങ്കിൽ കേസെടുക്കാം. ഇത് പുറത്ത് വിട്ടിട്ട് അതെല്ലാം റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ട് അവരെ നാറ്റിക്കുകയാണ് ചെയ്യേണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ല, നമ്മൾക്ക് കാര്യമായിട്ട് പിന്നെ ഉപദ്രവം ഒന്നും ചെയ്യാത്ത എന്നാൽ വല്ലപ്പോഴുമൊക്കെ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പുറത്തില്ലെങ്കിൽ അപ്പോൾ നിയമപ്രശ്നവും നിയമോപദേശവും സാങ്കേതിക പ്രശ്നമൊക്കെ വരേണ്ടി വരും. ഇതൊരു രാഷ്ട്രീയത്തിലെ നാട്ടുനടപ്പാണ്. അതിന് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ നിയമപ്രശ്നമായി ചർച്ച ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. യെസ്, അത് തന്നെ. ഇപ്പോൾ ഈ ഇന്ത്യയിൽ മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതെന്ന് വീമ്പ് പറയുന്ന കാണുന്നുണ്ട് ഇത് പുറത്തു വന്നപ്പോൾ മുതൽ. അപ്പോൾ 4.5 വർഷം ഇത് പൂഴ്ത്തിവെച്ചതിൽ ഉത്തരം പറയേണ്ടതുണ്ട്. എത്രയൊക്കെ ന്യായീകരിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് എന്ത് നടപടി ഉണ്ടായി എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയാണ്. അതിന് എത്രയൊക്കെ ന്യായീകരണം നിരത്തിയാലും കൃത്യമായ ഉത്തരം പറയാതെ സർക്കാരിനോ നിയമ സംവിധാനങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഔട്ട് ഓഫ് ഫോക്കസ് സമയം അവസാനിക്കുകയാണ്. നമസ്കാരം.